നമ്മൾ ചില സിനിമകളൊക്കെ കാണാറുണ്ട്, അതായത് ഹീറോ ഭയങ്കര ബുദ്ധിയൊക്കെ ഉള്ള ഒരാളായിരിക്കും, അതിന്റെ വില്ലൻ അത്ര വലിയ സംഭവമൊന്നും ആയിരിക്കില്ല. പിന്നെ വേറെ ചില സിനിമകളിലൊക്കെ ആണെങ്കിൽ വില്ലന്മാർ ഹീറോസിനൊക്കെ ഔട്ട്സ്മാർട്ട് ചെയ്യും. ആൻഡ് ഇത് രണ്ടിനും പെടാത്ത സിനിമയാണ് സൈൻദേവ്. അതായത് ഈ സിനിമയിൽ നായകനും വില്ലനും ഒക്കെ മണ്ടന്മാരാണ്. മൊത്തത്തിൽ പറഞ്ഞ ഒരു മണ്ടന്മാരുടെ യൂണിവേഴ്സ് തന്നെയാണ് ഈ ഒരു പടം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വെങ്കടേഷ് അണ്ണന്റെ ഇൻട്രോ ആണ്. അതായത് പുള്ളി ജസ്റ്റ് ബിവറേജ് ക്യൂ ഒക്കെ എന്നിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ രണ്ട് പിള്ളേർ വന്നിട്ട് പറയും, വാ അണ്ണ നമുക്ക് ഒരുമിച്ചിരുന്ന് അടിക്കാന്ന്. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ പിള്ളേരുടെ അടുത്ത് പോയിട്ട് അവന്മാരെ ഉപദേശിക്കാൻ വേണ്ടി നിൽക്കും. എന്താണ് ഇതൊക്കെ പറയും, ഇത്ര കഷ്ടപ്പാടും സങ്കടമൊക്കെ എന്തിനാ? ഓരോ സിറ്റുവേഷൻസ് അല്ലേ, അതിനാണോ ഇങ്ങനെ കുടിക്കുന്നത്? ഇതൊക്കെ മോശമല്ലേ? ഇയാള് പിന്നെ 2 മിനിറ്റ് പിന്നെ ബിവറേജ് ക്യൂ എന്തിന്? അല്ല, അപ്പോഴേക്ക് പാട്ടും തുടങ്ങി. അല്ല, ഇയാളല്ലേ ക്യൂ നേരത്തെ എന്നാ എന്തേലും കാണിക്കും. അങ്ങനെ പുള്ളി പിന്നെ ബാറിലുള്ള എല്ലാ എണ്ണത്തിനും ഒരു സ്വസ്ഥത കൊടുക്കാതെ പാട്ടും പാടി ഉപദേശിക്കാൻ വേണ്ടി തുടങ്ങും. പോടാന്നറി. അതായത് ഇങ്ങനെ കൊണ്ട് ഒരു രക്ഷയില്ല. എങ്ങനെയെങ്കിലും ഇയാളുടെ നശിച്ച പാട്ട് കേൾക്കാതെ വല്ല ഫോണോ ഇയർഫോണോ ഇട്ടിട്ട് റീല് വല്ലതും കാണാതിരിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ അതിനും സമ്മതിക്കൂല. സകലരും ഫുൾ ടൈമും ഫോണിലാണ്, റീൽസുകള് നിർത്തി വെച്ച് നീ വയ്ക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് ശരിയായി വെക്ക്. അതെ, ഒന്നുമില്ല, നാട്ടിലുള്ള മൊത്തം ആൾക്കാരെയും വെറുപ്പിച്ച് തിരിച്ചു വരണ്ടേ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. ഇങ്ങനെ ജോൺ വിക്കിനെ ലിയോനെ ഒക്കെ പോലെ പണ്ടൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ് ഇങ്ങനെ മോളും ഒക്കെ ആയിട്ട്. ആൻഡ് ഇങ്ങനെ മോളെ എനിക്ക് അത്ര വലുതായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഫ്ലാഷ് ബാക്ക്. ഇന്ന് ഞങ്ങളുടെ സ്കൂളില് സൂപ്പർ ഹീറോനെ പറ്റി എഴുതാൻ പറഞ്ഞായിരുന്നു. എല്ലാരും സൂപ്പർമാൻ, സ്പൈഡർമാൻ ഇവരെ കുറിച്ചൊക്കെ എഴുതിയത്. ഞാൻ മാത്രം പറ, അത് തന്നെ. അച്ഛനെ പറ്റിയാ എഴുതി. എന്റെ അച്ഛൻ ഒരു സൂപ്പർ ഹീറോയാ. അതൊക്കെ പോട്ടെ. ഇനി സിനിമയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഒരു മാരകമായിട്ടുള്ള അസുഖം പിടിപെടും. സോറി, നമ്മുടെ എക്സ്പ്ലനേഷൻ ഒട്ടും നമ്മൾ ബയാസ്ഡ് ആക്കാൻ പാടില്ല. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഈ കൊച്ചിന് ഒരു മാരകമായിട്ടുള്ള അസുഖം പിടിപെടും. ആൻഡ് ഡോക്ടർ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു റെമഡി പറഞ്ഞു കൊടുക്കും. ട്രീറ്റ്മെന്റ് അധികം സമയമെടുക്കുന്ന പ്രോസസ് ഒന്നുമല്ല. സമയമൊന്നും എടുക്കൂലല്ലേ? അപ്പൊ ലാഭമല്ലോ. ഒരേ ഒരു ഇഞ്ചക്ഷൻ. ഒരു ഇഞ്ചക്ഷൻ മതി. അപ്പൊ ഓക്കെ, പെട്ടെന്ന് തീർക്കാലോ. ആ ഇഞ്ചക്ഷന്റെ കോസ്റ്റ് 17 കോടിയാണ്. 17,000 ഡോക്ടർ. ആൻഡ് നമ്മുടെ ഡോക്ടർ ബി ലൈക്ക്, 40,000 രൂപയ്ക്ക് നിന്റെ വാപ്പാക്ക് ഒരു നീല കസോളം മുണ്ട് വാങ്ങിക്കൊടു. നീ പറ റേറ്റ് എത്രയുണ്ട്? ബൈ ദ വേ, സൂപ്പർ ഹീറോ റിച്ച് ആയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ അങ്ങ് തീർക്കായിരുന്നു. അത് പോട്ടെ. എന്തായാലും ഇങ്ങനെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പണ്ട് ഗ്യാങ്സ്റ്റർ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഇങ്ങേർക്ക് അറിയുന്ന ഒരു നല്ലവനായ ഗ്യാങ്സ്റ്ററിന്റെ അടുത്ത് പോയിട്ട് ഒരു 17 കോടി അങ്ങ് ചോദിക്കും. അപ്പോൾ സാമൂഹ്യ പ്രവർത്തകനായ ഗ്യാങ്സ്റ്റർ പറയും 17 കോടിയൊക്കെ തരാം, പക്ഷേ വാറിന് വേണ്ടിയിട്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒക്കെ ചെയ്യുന്ന 2 മോശം ഗ്യാങ്സ്റ്റേഴ്സിന് ഇങ്ങേർക്ക് കൊന്നു കൊടുക്കണമെന്ന്. അങ്ങനെ ഇങ്ങേര് പൈസയും വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ഗ്യാങ്സ്റ്ററിനെ കൊല്ലാൻ വേണ്ടി പോകും. ഇത് വല്ല തറയിൽ കൂടെ വല്ല ഓടി വന്നാൽ പോലും, ഇത് പഠിച്ചായിരിക്കുമല്ലോ. ഓക്കെ, പ്രശ്നമില്ല, കാണിച്ചോ. അങ്ങനെ ഇവര് മതിലിന്റെ മുകളിൽ കൂടെ ഓടിച്ചാടിയൊക്കെ വന്നിട്ട് നമ്മുടെ വെങ്കടേഷിന്റെ കയ്യിൽ പോയിട്ട് അടി വാങ്ങിക്കും. ഓക്കെ, ഫൈറ്റിനെ പറ്റി പറയാൻ തുടങ്ങും. നമ്മളെന്തായാലും വെങ്കടേഷിന്റെ ഫൈറ്റിലെ ഒരു സൂപ്പർ പവറിനെ പറ്റി പറയണം. അവൻ വെടിവെച്ച വെടിയുണ്ട നമ്മുടെ ബോഡിയിൽ എല്ലാ റൂട്ടിലൂടെയും കയറി ഇറങ്ങി കറക്റ്റ് ആയിട്ട് താഴെ കൂടെ പുറത്തു വരുന്നതാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ എന്തായാലും അവസാനം ഇങ്ങനെ പോയിട്ട് ആ ഫസ്റ്റ് ഗ്യാങ്സ്റ്ററിനെ അങ്ങ് തട്ടും. ഇങ്ങനെ വെടിയേക്കുന്നൊക്കെ ഒരുമാതിരി സ്ഥലത്താണല്ലോ. ഹെഡ് ഷോട്ടും ലെഗിന് ഷൂട്ട് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരുമാതിരി. എന്തായാലും അത് എടുത്തിട്ട് ഇങ്ങനെ സെക്കൻഡ് ഗ്യാങ്സ്റ്ററിനെ കൊല്ലാൻ വേണ്ടി പോകും. ആൻഡ് സെക്കൻഡ് ഗ്യാങ്സ്റ്റർ ആണ് ഈ സിനിമയിലെ മെയിൻ വില്ലൻ. ആൻഡ് ഇങ്ങനെ ഒരു മാസ് ടെറർ വില്ലനാണ്. ചില സമയത്ത് തലയൊക്കെ വെട്ടി പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് അതിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ആൻഡ് ചില സമയത്താണെങ്കിൽ എനിക്ക് എന്താ കുറവ്, പണമില്ല, സ്റ്റൈലില്ല, ഹൈറ്റ് ബി ഓൾമോസ്റ്റ് സെയിം ആണ്. ഐ ലവ് യു സിമ്പിൾ അല്ലേ ഇത്, ബട്ട് അവളോട് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ അത്? മാൻ, ചില സമയത്ത് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ സങ്കടമൊക്കെ ആവും. എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ പറഞ്ഞ് ഇങ്ങനെ നമുക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഐ മീൻ നമ്മളെ പോലെ ചെറിയ ചെറിയ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉള്ള ഒരു പാവം മനുഷ്യൻ. ഒരു കഷ്ടമില്ല, ഞാൻ കിടക്കുമ്പോ പോലും ഷൂ ഇട്ടാ കിടക്കാറ്. ഹൈറ്റ് കുറയാൻ പാടില്ലല്ലോ. എന്തായാലും വെങ്കടേഷ് ഇങ്ങനെ കൊല്ലാൻ വരുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ വെങ്കടേഷിനെ ഫസ്റ്റ് കൊല്ലാനായിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ അയക്കും. അയച്ചത് ഗുണ്ടകളെ ഒന്നുമല്ല, അവിടെ റോട്ടിൽ നടക്കാൻ വല്ല ഇറങ്ങിയ കുറച്ച് പാവങ്ങളെ. അതായത് ഇവരൊക്കെ കൂടെ വെങ്കടേഷിന്റെ ലൊക്കേഷനൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വെങ്കടേഷിന്റെ കൂടെ അങ്ങ് നടക്കും ഒരു 5 മിനിറ്റ്.
പോകുന്നാണില്ലേ നീക്ക് വാക്കിങ്ങിന് പോവാ ആ അത് തന്നെ ഞാനും ചോദിക്കുന്നത്. പോയി പിടിയടാ. പിന്നല്ല, അങ്ങനെ ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് നടക്കും. അങ്ങനെ പിന്നെ എന്താ സംഭവിക്കുന്നത് ഞാൻ പറയണ്ടല്ലോ, ഇങ്ങേരിങ്ങരുടെ സൂപ്പർ പവർ അങ്ങ് എടുക്കും. അങ്ങനെ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് മിയാമി ബീച്ചിലൊക്കെ കിടന്നിട്ട് പറയുന്ന പോലെ ഇങ്ങനെ ആരോടോ എന്തോ പറയും, ഇത് ആരോട് പറഞ്ഞു എനിക്ക് പക്ഷേ കറക്റ്റ് മനസ്സിലായിട്ടില്ല. അങ്ങനെ അയച്ച ഗുണ്ടകളൊക്കെ നമ്മുടെ വെങ്കിടേഷ് അടിച്ചിട്ടുണ്ട്. തന്നെ നമ്മുടെ വില്ലൻ പെന്നും പേപ്പറൊക്കെ എടുത്ത് പുതിയ എന്തോ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ തോന്നുന്നു. എനിവേ വില്ലൻ എന്തായാലും ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യും. അതായത് വെങ്കടേഷിന്റെ മോക്കടിക്കാൻ വേണ്ടി വെച്ചാൽ 17 കോടിയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അങ്ങ് ഓടുക. പക്ഷെ നമ്മുടെ വെങ്കടേഷ് വിടുവോ? പുള്ളി നേരെ വണ്ടി എടുത്ത് ചേസ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് മാസമായിട്ട് അങ്ങ് പുറത്തിറങ്ങും. അപ്പോഴാണെങ്കിൽ ഇവള് നേരെ വന്നിട്ട് അണ്ണന്റെ കണ്ണിൽ ഒരു പെപ്പർ സ്പ്രേ അടിച്ചിട്ട് പുള്ളിയുടെ വണ്ടി എടുത്തോണ്ടങ്ങ് പോകും. അങ്ങനെ ഇപ്പൊ മെഡിസിനും പോയി വണ്ടിയും പോയി. വെരി ഗുഡ് വർക്ക് വെങ്കടേഷ് ബൈ. എനിവേ എന്തായാലും പുള്ളി നേരെ വണ്ടി എടുത്ത് വില്ലന്റെ സ്ഥലത്തേക്ക് മെഡിസിൻ എടുക്കാൻ വേണ്ടി പോകും. എന്തായാലും പോകുന്നതിന് മുന്നേ പുള്ളി ഒരു ഫ്രണ്ടിനെ കൂടെ കൂട്ടും. കാരണം ഇങ്ങനെ മണ്ടനാണല്ലോ. അങ്ങനെ ഇങ്ങനെ കൂടെ കൂട്ടുന്ന ഫ്രണ്ടാണ് നമ്മുടെ ആര്യ. എന്തായാലും ഈ പടത്തിൽ പുള്ളി ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെയാ. കാർട്ടലിന്റെ ആൾക്കാർ ഒരു എമർജൻസി മീറ്റിംഗ് ഫോർട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും വികാസിനെ ഞാൻ അവിടെ വെച്ച് തീർക്കാൻ പോവാ. അയ്യോ കയ്യിന്ന് പോയല്ലോ, ആറ്റിറ്റ്യൂഡ് പിടിക്കട്ടെ. എനിക്ക് തോന്നി. അങ്ങനെ എന്തായാലും ഇവര് രണ്ടുപേരും കൂടെ വില്ലനെ തട്ടാൻ വേണ്ടിയിട്ടൊക്കെ പോകും. ആ ഫൈറ്റിന്റെ ഇടയിലാണെങ്കിൽ അണ്ണൻ സ്വയം അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്യും. പക്ഷെ വില്ലൻ ഇയാളേക്കാ വലിയ മണ്ടനായതുകൊണ്ട് തന്നെ നമ്മുടെ വെങ്കിടേഷ് അണ്ണൻ ഈ ഫൈറ്റിലൊക്കെ അങ്ങ് ജയിക്കും. താൻ ജിമ്മിൽ പോയില്ലേ? അങ്ങനെ എന്തായാലും നമ്മുടെ വെങ്കടേഷ് അണ്ണൻ ഈ മിഷൻ 100% സക്സസ്ഫുൾ ആക്കിയിരിക്കുകയാണ്. അതായത് 2 വില്ലന്മാരെയും കൊല്ലും, 17 കോടിയും കിട്ടും, ആ മരുന്ന് റിട്രീവ് ചെയ്യും. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ മരുന്ന് കുത്തിയേക്കുന്നതിന് മുന്നേ ഇങ്ങേരുടെ മോള് ചെറുതായിട്ടൊന്നും മരിച്ചു പോകും. അപ്പൊ ഈ ചെയ്തതൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ IMDb 5 ഏകദേശം ടാക്കു മഹാരാജിന്റെ ഒക്കെ അത്ര തന്നെ ഒരു റേറ്റിംഗ് ഉണ്ടല്ലോ. ഹോട്ട്സ്റ്റാറിലാണ്. അപ്പൊ ഓക്കെ, സബ്സ്ക്രൈബ് ഇനി കാണാം.